Chitra Women's Academy. Your first step to a successful career starts here. Medical lab technology, pharmacy assistant, nursing assistant, hospital administration, pre-primary TTC. Chitra Women's Academy, SMB Junction, Shornoor, opposite private bus stand, Patambi. ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. കുണ്ടും കുഴിയും നിറഞ്ഞ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലെ യാത്ര ദുരിതപൂർണമാകുന്നതായി പരാതി. ചുരങ്ങാട് മുരുക്കുംപറ്റ ഭാഗത്ത് നവോദയ സ്കൂളിന് സമീപത്തെ കുഴികളാണ് അപകടക്കെണി ഒരുക്കുന്നത്. മഴ ശക്തമായതോടെ ഇതിലൂടെയുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ടായി. നിരവധി വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്ന റോഡാണിത്. രാവിലെയും വൈകുന്നേരവും വാഹനങ്ങളുടെ തിക്കും തിരക്കും ഉണ്ടാവാറുണ്ട്. റോഡിൽ കുഴികളുടെ എണ്ണം കൂടിയതോടെ വാഹനങ്ങൾ കുഴിയിൽ ചാടാതെയിരിക്കാൻ വളഞ്ഞും തിരിഞ്ഞും ഗതാഗതം നടത്തി തുടങ്ങിയപ്പോൾ അപകടങ്ങളും പതിവായി. ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതികൾ ഏറെ നൽകിയിരുന്നെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായില്ലെന്ന് അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ സാജൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അബ്ദുൽ ബഷീറും പറഞ്ഞു. ഒറ്റപ്പാലം മണ്ണാർക്കാട് ഹൈവേയുടെ ദുരവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും സമൂഹ മാധ്യമത്തിലും പത്രമാധ്യമത്തിലും ദിവസം തോറും വരുന്ന ഒരു വാർത്തയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആക്സിഡൻറ്റുകളാണ് ദിവസം തോറും നടന്നുകൊണ്ടിരിക്കുന്നത്. ലാത്ര മേഖലയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 അപകടങ്ങൾ ഉണ്ടായി. ബൈക്ക് അപകടങ്ങൾ ഉണ്ടായിട്ട് അവർ കാലിനും കൈയിനും പരിക്കുകളായി 2 ആൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അതുകൂടാതെ ഒരു 6 മാസമായി ഞങ്ങൾ 6 മാസം മുന്നേ PWD എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് നമുക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയതിന് PWD എഞ്ചിനീയറുടെ നമുക്ക് മറുപടി നൽകി. ആ മറുപടിയിൽ അവർ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് വാട്ടർ അതോറിറ്റിയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ നമ്മൾ നിരന്തരം ഈ അവസ്ഥ അവരെ അറിയിച്ചിട്ടും ഇതുവരെയും അവർ കുഴികൾ അടയ്ക്കാനുള്ള ഒരു പ്രവൃത്തി പോലും ഇതുവരെ ചെയ്തിട്ടില്ല. ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിലെ ഈ ഗതാഗത പ്രശ്നങ്ങൾ ഒരുപാട് തവണ ഞങ്ങൾ അധികാരികളെ രേഖാമൂലവും നേരിട്ടും അറിയിക്കുകയും ഇവിടുത്തെ ശോചനീയാവസ്ഥ, രാവിലെ ദിനംപ്രതി ആയിരക്കണക്കിന് കുട്ടികൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന റോഡിൻ്റെ സൈഡിൽ വളർന്നു നിൽക്കുന്ന കാട് ചെടികൾ, റോഡിൻ്റെ ശോചനീയാവസ്ഥ, 2 വാഹനങ്ങൾ തമ്മിൽ പാസ്സാകുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ അധികാരികളോട് പറയുകയാണ്. ഇതിന് ശക്തമായൊരു പ്രവർത്തനം മറുപടി ഞങ്ങൾക്ക് തന്നതിൻ്റെ പ്രവർത്തനത്തിൽ റോഡ് ഉപരോധിച്ച് സമരം ചെയ്യാനുള്ള ആഹ്വാനം അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ജില്ലാ കളക്ടർക്കും അമ്പലപ്പാറ പഞ്ചായത്തിനും PWD ഉദ്യോഗസ്ഥർക്കും വാട്ടർ അതോറിറ്റിക്കും ഞങ്ങൾ പരാതികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പഞ്ചായത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷികളുടെ യോഗങ്ങൾ വിളിച്ചിട്ടുണ്ടെന്നും അതിൽ കാട് നിറഞ്ഞു നിൽക്കുന്നത് വെട്ടാനുള്ള ഒരു സംവിധാനങ്ങൾ അത് ചെയ്യാമെന്ന് വാട്ടർ അതോറിറ്റിയും അമ്പലപ്പാറ പഞ്ചായത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് വരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല.